ഇനി നമ്മൾ പോകുന്നത് കാസർഗോട്ടേക്കാണ്. കാസർഗോഡ് നിന്നും സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു കണ്ണൻ, കാസർഗോഡിനെ സംബന്ധിച്ച് നഗരസഭകളിൽ നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ UDF-നും LDF-നും ഓരോന്ന് വീതമാണുള്ളത്. പിന്നീട് ജില്ലാ പഞ്ചായത്തിൽ LDF തന്നെയാണ് വലിയ നേട്ടം കൈവരിച്ചത്. എന്തൊക്കെയാണ് കാസർഗോഡ് ജില്ലയുടെ പൊതുചിത്രം? കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ നൽകാനുള്ളത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് LDF നിലനിർത്തി എന്നുള്ളതാണ്. 9 സീറ്റാണ് LDF നേടിയത്. 8 ഡിവിഷനുകളിൽ UDF വിജയിച്ചു, 1 ഡിവിഷനിൽ NDA വിജയിച്ചു. NDAക്ക് കയ്യിലുണ്ടായിരുന്ന പുത്തികെ ഡിവിഷൻ നഷ്ടപ്പെട്ടു. UDF ആണ് അവിടെ ജയിച്ചത്. ഇഞ്ചോടിഞ്ച മത്സരമായിരുന്നു ഇവിടെ നടന്നത്. 3 മുന്നണി സ്ഥാനാർത്ഥികളും തമ്മിൽ ശക്തമായ മത്സരം നടന്നപ്പോൾ ഏറ്റവും ഒടുവിൽ 50 വോട്ടിനാണ് UDF സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ചു കയറിയത്. കാസർഗോഡ് LDF വിജയിച്ചിരിക്കുന്നത് ദേലമ്പാടി, കുറ്റിക്കോൽ, കള്ളാർ, കയ്യൂർ, പിലിക്കോട്, ചെറുവത്തൂർ, മടിക്കൈ, പെരിയ, ബേക്കൽ ഡിവിഷനുകളിലാണ് LDF വിജയിച്ചത്. UDF വോർക്കാടി, പുത്തികെ, അതോടൊപ്പം തന്നെ ചിറ്റാരിക്കാൽ, ഉദുമ, ചെങ്കള, സിവിൽ സ്റ്റേഷൻ, കുമ്പള, മഞ്ചേശ്വരത്ത് തുടങ്ങിയ ഡിവിഷനുകളിലാണ് UDF വിജയിച്ചിരിക്കുന്നത്. NDA ബദിയെടുക്ക വിജയിച്ചപ്പോൾ NDAയുടെ കയ്യിലുണ്ടായിരുന്ന പുത്തിക സീറ്റ് നഷ്ടപ്പെട്ടു. 3 മുന്നണികളും തമ്മിൽ വളരെ ശക്തമായ മത്സരമാണ് ഇവിടെ നടന്നിരുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചൊരു ഫോട്ടോ ഫിനിഷ് എന്ന് തന്നെ പറയാം. ഫലം മാറി മാറി വരുന്ന സാഹചര്യമാണ് കണ്ടത്. ഇടയ്ക്ക് LDF ലീഡ് കയറി, പിന്നീട് UDF തിരിച്ചു വന്നു. അങ്ങനെ നഗരസഭകളെ സംബന്ധിച്ച് നീലേശ്വരത്താണോ LDF ഇടതുമുന്നണി ലീഡ് മുമ്പാണ് നഗരസഭയിൽ കാഞ്ഞങ്ങാട്, നീലേശ്വരം മുനിസിപ്പാലിറ്റികളാണ് LDF-ന്റെ കയ്യിലുണ്ടായിരുന്നത്. ഇത് രണ്ടും LDF ലീഡ് നേടിയിട്ടുണ്ട്. നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ വലിയ മുന്നേറ്റമാണ് LDF ഉണ്ടാക്കിയത്. UDF-ന്റെ സിറ്റിംഗ് സീറ്റുകൾ ചിലത് പിടിച്ചെടുത്തുകൊണ്ട് വലിയ മുന്നേറ്റമുണ്ടാക്കി. 4ാം തവണ തുടർച്ചയായി നീലേശ്വരം മുനിസിപ്പാലിറ്റിയിൽ LDF വിജയിച്ച് കയറുകയായിരുന്നു. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലും നല്ല മുന്നേറ്റമുണ്ടാക്കാൻ LDF-ന് കഴിഞ്ഞിട്ടുണ്ട്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയും നിലവിൽ LDF നിലനിർത്തിയിട്ടുണ്ട്. കാസർഗോഡ് മുനിസിപ്പാലിറ്റിയാണ് UDF-ന്റെ കയ്യിലുണ്ടായിരുന്നത്. UDF-ന്റെ കയ്യിലുണ്ടായിരുന്ന മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ലീഗിന് നല്ല വിജയം കൊയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 6 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കാസർഗോഡുള്ളത്. 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDF-നുണ്ടായിരുന്നത് 4 ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. ഈ 4 ബ്ലോക്ക് പഞ്ചായത്തുകളും LDF നിലനിർത്തിയിട്ടുണ്ട്. പരപ്പ, കാറടുക്ക, കാഞ്ഞങ്ങാട്, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തുകൾ LDF നിലനിർത്തിയപ്പോൾ നിലവിൽ ഇപ്പോൾ കാസർഗോഡ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തുകളാണ് UDF നിലനിർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ അതേ നില തന്നെ കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പഞ്ചായത്തുകൾ സംബന്ധിച്ച് വ്യക്തമായ ഒരു ചിത്രം ഇതുവരെ ലഭ്യമായിട്ടില്ല. പല സ്ഥലങ്ങളിലും ഈ പഞ്ചായത്ത് തലങ്ങളിൽ പ്രത്യേകിച്ച് കാസർഗോഡ് അതിർത്തി പങ്കിടുന്ന ജില്ല എന്ന നിലയിൽ NDAയുടെ അതായത് BJP-യുടെ വിജയം എവിടെയൊക്കെയാണുള്ളത്? ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ നോക്കിയാൽ ഏതെങ്കിലും ഉണ്ടോ? ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ NDA നിൽക്കുന്നത് അവരുടെ കയ്യിലുണ്ടായിരുന്നത് 3 പഞ്ചായത്തുകളാണ്. അതിൽ കാറടുക്ക പഞ്ചായത്ത് NDA നിലനിർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മീഞ്ച പഞ്ചായത്തിൽ LDF-ന് നിലവിൽ ലീഡുണ്ട്. കഴിഞ്ഞ തവണ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്ന സ്ഥലമാണ് NDA. അവിടെ മീഞ്ച ഒരു മുന്നേറ്റമുണ്ടാക്കാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. മധൂർ പഞ്ചായത്ത് ശക്തമായ വേരോട്ടമുള്ള NDAയുടെ സ്ഥലമാണ്. അവിടെയും വിജയിക്കാൻ. അതോടൊപ്പം തന്നെ പൈവളികയിൽ ഇപ്പോൾ നിലവിൽ NDA ആണ് ലീഡ് ചെയ്യുന്നത്. മറ്റൊരു സ്ഥലം കുമ്പടാജെ പഞ്ചായത്തിലും കഴിഞ്ഞ തവണ ഒപ്പത്തിനൊപ്പം UDF-ഉം NDA-യും നിന്ന ഒരു പഞ്ചായത്തായിരുന്നു. അവിടെയും ഒരു മുന്നേറ്റമുണ്ടാക്കാൻ NDA-ക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് വലിയ മാറ്റം ഉണ്ടായിട്ടില്ല. എങ്കിലും ചില സ്ഥലങ്ങളിൽ അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. കുമ്പള പഞ്ചായത്തിൽ LDF-ന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി 21 വയസ്സുകാരിയായ സ്നേഹ ഇതുവരെ എല്ലാ കാലത്തും BJP വിജയിച്ചിരുന്ന കുമ്പള പഞ്ചായത്തിൽ ശാന്തിപ്പള്ളം 107 വോട്ടിൻ്റെ വിജയമുണ്ടായിട്ടുണ്ട്. LDF-നെ സംബന്ധിച്ച് പറയുമ്പോൾ UDF-ന്റെ കയ്യിലുണ്ടായിരുന്ന ശക്തമായ പല പഞ്ചായത്തുകളും പിടിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. വെസ്റ്റളേരി പഞ്ചായത്തിൽ 5 വർഷത്തിന് ശേഷം ചരിത്ര വിജയം LDF-നുണ്ടായി. 10 സീറ്റ് LDF വിജയിച്ചപ്പോൾ 9 സീറ്റ് UDF വിജയിച്ചു. അതോടൊപ്പം തന്നെ പടന്ന ഗ്രാമപഞ്ചായത്തിലും ഭരണം തിരിച്ചുപിടിക്കാൻ 10 വർഷത്തിന് ശേഷം ഭരണം തിരിച്ചുപിടിക്കാൻ LDF-ന് സാധിച്ചിട്ടുണ്ട്. അജിംഷാദ്.